അഭിഷേക് നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. പണ്ട് കാലത്ത് കുറച്ച് ഒളിയും മറയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഈ കഞ്ചാവ് കടത്ത്, അല്ലെങ്കിൽ കുറേ യുവാക്കളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ നമ്മൾ സംശയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംഭവിച്ച ഒരു സംഭവമാണ്. 60 വയസ്സുകാരിയായ അമ്മയും ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ടൂർ കഴിഞ്ഞ് വരുന്നു, പോലീസ് പിടിക്കുന്നു. സംഗതി പരിശോധിച്ചപ്പോൾ കഞ്ചാവാണ്. അപ്പോൾ കഞ്ചാവ് കടത്തിന് പുതിയ മാർഗം സ്വന്തം കുടുംബത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞൊരു അമ്മയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വരവാണ്. ഇപ്പോൾ സാധാരണയായിട്ട് യുവാക്കളാണ് ഈ ലഹരിമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ NDPS കേസുകളിലേക്ക് അറസ്റ്റിലാവുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കുടുംബം തന്നെ ഇത്തരത്തിൽ ലഹരിമരുന്ന് വിൽപ്പനയ്ക്ക്, അതായത് കഞ്ചാവ് വിൽപ്പനയ്ക്ക് ഇറങ്ങിയ ഒരു കേസ് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടത് ഈ ബുർഖ ധരിച്ച സ്ത്രീകളെ കഞ്ചാവ് വിപണനത്തിനായി ഉപയോഗിക്കുന്നു എന്നൊരു പരാതി വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ആവർത്തിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കുടുംബസമേതം ഈ സ്ത്രീകളെ കാരിയർമാരായി ഉപയോഗിച്ചുകൊണ്ട് കഞ്ചാവ് കടത്ത് അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്ത് നമ്മുടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ബംഗളൂരുവിൽ നിന്ന് വരുന്ന ബസ്സുകളിലും ട്രെയിനുകളിലുമൊക്കെ സ്ത്രീകളെ കാരിയർമാരായി ഉപയോഗിച്ചുകൊണ്ട് ലഹരി മരുന്ന് കടത്തുന്ന സംഭവങ്ങൾ വളരെയധികം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വാർത്തയായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ വിനോദസഞ്ചാരത്തിന് എന്ന വ്യാജേന പോകുന്ന ഒരു കുടുംബം തിരിച്ചു വരുമ്പോൾ 21.5 കിലോ കഞ്ചാവുമായിട്ടാണ് തിരികെ വരുന്നത്. ഇതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് വലിയ വേളി പൗണ്ട് കടവ് സ്വദേശിയായിട്ടുള്ള അനന്തൻ എന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കാർലോസ് എന്നാണ്. 37 വയസ്സുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു 32 വയസ്സാണ്. ഈ ബിന്ദുവിൻ്റെ അമ്മയാണ് ഇതിലെ മൂന്നാമത്തെ കക്ഷി ദമയന്തി 60 വയസ്സാണ്. ഇവർ 3 പേരും ഇവരുടെ മറ്റ് 3 മക്കളും കൂടി, ഈ അനന്തൻ എന്നറിയപ്പെടുന്ന കാർലോസിൻ്റെയും ബിന്ദുവിൻ്റെയും 3 മക്കൾ ഉൾപ്പെടെയുള്ള കുടുംബമാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ഇവരുടെ KL01 CR 8344 നമ്പറിലുള്ള വാഗണർ കാറിൽ തമിഴ്നാട്ടിലേക്ക് പോകുന്നു. തമിഴ്നാട്ടിലേക്ക് പോയി തിരികെ വരുന്നത് 21.5 കിലോയോളം കഞ്ചാവുമായിട്ടാണ്. ഇത് ഈ നമ്മുടെ നെല്ലിവിള, വെങ്ങാനൂരിലെ നെല്ലിവിള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പോലീസ് വാഹന പരിശോധനയ്ക്ക് ഡാൻസ് ഓഫ് സംഘമാണ്, സിറ്റി ഡാൻസ് ഓഫ് ആണ്. അപ്പോൾ ഇവർക്കൊരു രഹസ്യവിവരം കിട്ടുന്നു. ഇത്തരത്തിൽ കാറിൽ ലഹരിമരുന്നുമായിട്ടൊരു കുടുംബം സഞ്ചരിക്കുന്നു. അങ്ങനെ നെല്ലിവിള ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഇവരുടെ കാർ പരിശോധിക്കുമ്പോൾ ഏകദേശം ഈ കാറിൻ്റെ ഡിക്കിയിലുണ്ടായിരുന്ന ഒരു സ്യൂട്ട് കേസിനുള്ളിലാണ് 21.5 കിലോയോളം കഞ്ചാവ് ഒരു പൊതികളായി, ചെറിയ ചെറിയ പൊതികളായിട്ട് അടുക്കി വെച്ചിരുന്നത്. ഇതാണ് ഇവരെ പിന്നീട് പോലീസ് സിറ്റി ഡാൻസ് ഓഫ് സംഘം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൈമാറുന്നത്. കാരണം ഇവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ലഹരിമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്ന ദമ്പതികളാണ് ഈ ബിന്ദുവും അതുപോലെ തന്നെ കാർലോസും. ബിന്ദുവിനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2 മാസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒരു തീരദേശ പ്രദേശത്ത് വെച്ച് 2 കിലോഗ്രാമോളം കഞ്ചാവുമായി പിടികൂടുന്നത്. വലിയതുറ പോലീസാണ് പിടികൂടുന്നത്. അതിനു മുൻപ് തന്നെ ഈ കാർലോസിൻ്റെ സിറ്റി ഡാൻസ് ഓഫ് സംഘം തന്നെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഏതാനും മാസങ്ങളുടെ ഇടവേളയിലാണ് ഇത്ര വലിയൊരു ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവുമായിട്ട്, നിയമവിരുദ്ധമായ ലഹരി മരുന്നുമായിട്ട് ഇവരെ തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് തന്നെ അറസ്റ്റിലാകുന്നു. ഇവരുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ സ്കൂൾ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന കണ്ണികളാണ് ഈ പറയപ്പെടുന്ന കാർലോസും ഇവരുടെ ഭാര്യ ബിന്ദുവും എന്ന് പറയുന്നത്. ഈ അമ്മ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഒരുപക്ഷെ അവർക്കും അറിവുണ്ടായിരിക്കാം. കാരണം ഒരു കുടുംബത്തിൻ്റെ അതിജീവനം എന്ന് പറയുന്നത് മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ആണെങ്കിൽ അവരും അതിനോട് എതിർത്ത് നിൽക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ഈ 3 പേരെയും ഇപ്പോൾ വിഴിഞ്ഞം പോലീസാണ് അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി ഇവരെ നെയ്യാറ്റിൻകര കോടതിയിലാണ് ഹാജരാക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ NDPS നിയമങ്ങളെന്ന് പറയുന്നത് വളരെ ദുർബലമാണ് ഇത്തരത്തിൽ. അതുകൊണ്ടാണ് ഒരു സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതായത് 1 കിലോഗ്രാം, 20 കിലോഗ്രാം, അതിന് മുകളിലേക്കുള്ള ഇങ്ങനെ 3 വിഭാഗങ്ങളാണ്. 2001 വന്ന ഒരു ഭേദഗതിയോടെയാണ് ഇക്കാര്യത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അതിനു മുൻപ് 1 ഗ്രാം ആണെങ്കിലും 100 കിലോഗ്രാം ആണെങ്കിലും കഞ്ചാവ് കൈവശം വെച്ചാൽ ഒരേ രീതിയിലുള്ള ശിക്ഷാ നടപടികളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 2001 വന്ന ഒരു നിയമ ഭേദഗതി പ്രകാരം ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് 1 കിലോഗ്രാം വരെ കഞ്ചാവ് കൈവശം വെച്ചാൽ അതിന് ശിക്ഷ കിട്ടുന്നത് 1 വർഷം കഠിന തടവും ഏകദേശം 10,000 രൂപയോളം മാത്രം പിഴയുമാണ്. ഇത്ര കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു 1 കിലോഗ്രാമിൽ താഴെയാണ് കൈവശം വെച്ചിരുന്നെങ്കിൽ ഇത്ര ചെറിയൊരു ശിക്ഷയാണ് ലഭിക്കുന്നത്. അതായത് 20 കിലോഗ്രാം എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇത്തരത്തിൽ ഇത്ര വലിയ 20 കിലോഗ്രാമിനും 1 കിലോഗ്രാമിനും ഇടയിൽ ഉള്ള ഒരു അളവാണ് കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ ഏകദേശം 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഇനി 20 കിലോഗ്രാമിന് മുകളിലേക്കാണെങ്കിൽ ഇത് 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ ഇൻ്റർമീഡിയറ്റും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന 2 കാറ്റഗറിയിൽ കഞ്ചാവ് കൈവശം വെച്ചാൽ അത് റിമാൻഡിൽ പോകാനും
പിന്നീട് കൂടുതൽ 10 ഗ്രാം താഴെ കഞ്ചാവ് വെച്ചാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നു. 10 ഗ്രാമിന് താഴെ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മുടെ ചേട്ടൻ നിന്ന് എനിക്കൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്തു. നമ്മുടെ കൊച്ചിയിൽ ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധനായ സിനിമാ താരത്തിൻ്റെ മകൻ അടക്കം ഈ കഞ്ചാവ് കൈവശം വെച്ച കേസിൽ അറസ്റ്റിലായിരുന്നു. ഇത് 22-ാം തീയതിയാണ്. അത് ഏകദേശം 3 ഗ്രാമോളം മാത്രമാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത്. ഇവരെ നമ്മുടെ തിരുവാങ്കുളം പോലീസാണ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിലാണ് വിട്ടയച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയധികം കഞ്ചാവ് ഒഴുകുന്നത്. ഇവർ തമിഴ്നാട്ടിൽ നിന്നാണ് കഞ്ചാവ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ തിരുവനന്തപുരത്തോട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ ഈ കന്യാകുമാരി ആ ഒരു പ്രദേശത്ത് നിന്നൊക്കെ കഞ്ചാവ് സോഴ്സ് ചെയ്ത് കേരളത്തിലേക്ക് എത്തിച്ച് നമ്മുടെ നാട്ടിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലും വിൽപ്പന നടത്താനായിരുന്നു ഇവരുടെ ശ്രമം എന്നാണ് അറിയുന്നത്. ഇനി തമിഴ്നാടിൻ്റെ കാര്യം പറഞ്ഞാൽ തമിഴ്നാട് ഈ സീറോ ഗഞ്ച കൾട്ടിവേഷൻ സ്റ്റേറ്റായിട്ട് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. കാരണം തിരുത്തണ്ണിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു സബർബൻ ട്രെയിനിൽ വെച്ച് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ ആ ട്രെയിനിലുണ്ടായിരുന്ന 4ഓളം യുവാക്കളെന്ന് പറയാൻ പറ്റില്ല, 17 വയസ്സ് മാത്രം പ്രായമുള്ള കൗമാരക്കാരാണ്. ഇവർ അതിക്രൂരമായി മർദ്ദിക്കുകയും ഇയാളുടെ കഴുത്തിൽ അരിവാളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ രാജ്യവ്യാപകമായിട്ട് വലിയ തരംഗമാകുകയും ഇതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ടൊരു സംഘടനത്തിലേക്ക് പ്രത്യേകിച്ച് TVK അധ്യക്ഷനായിട്ടുള്ള വിജയ്, അതുപോലെ തന്നെ BJP നേതാവ് അണ്ണാമലൈ അടക്കമുള്ള ആളുകൾ ഒരു ഡ്രഗ് ഫ്രീ എന്ന് പറയുന്ന തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഇപ്പോൾ ഡ്രഗിൻ്റെ ഒരു പോർട്ടലായിട്ട് തമിഴ്നാട് മാറുന്നു എന്നൊരു രീതിയിലൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പോൾ തമിഴ്നാട്ടിൽ സീറോ കൾട്ടിവേഷൻ ആണെന്ന് പറയുന്നെങ്കിൽ പോലും നമ്മുടെ കേരളത്തോട് അതിർത്തി പങ്കിടുന്ന പല പ്രദേശങ്ങളിലും രഹസ്യമായിട്ട് ഈ കഞ്ചാവ് കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. അവിടങ്ങളിൽ നിന്ന് മാത്രമല്ല, ഈ തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. ഇവിടേക്ക് പ്രധാനമായിട്ടും ആന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമാണ് കഞ്ചാവ് എത്തുന്നത്. കേരളത്തിലേക്കാണെങ്കിൽ പോലും ഈ ഒഡീഷയിൽ നിന്ന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, അതുപോലെ തന്നെ ഒഡീഷയിലെ മാവോയിസ്റ്റ് സ്വാധീന മേഖലകൾ, ഒഡീഷയിലും അതുപോലെ തന്നെ വടക്കൻ ആന്ധ്രാപ്രദേശിലുമുള്ള മാവോയിസ്റ്റ് സ്വാധീന മേഖലകൾ പെട്ടെന്ന് പോലീസിനോ അത്തരത്തിലൊരു ഫോഴ്സിനോ കടന്നു കയറി ചെല്ലാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത്. അവിടെയൊക്കെ കേരളത്തിൽ നിന്നടക്കം ആളുകൾ പോയിട്ട് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഞ്ചാവ് കൾട്ടിവേഷനും അതുപോലെ തന്നെ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. ഇത് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തുന്നത് ഈ ആന്ധ്രാപ്രദേശിലെ പാടേരു എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ഇന്ത്യയിലെ കഞ്ചാവ് ക്യാപിറ്റലാണ് ഈ പാടേരു എന്ന് പറയുന്ന ഗ്രാമം. ഏകദേശം വിശാഖപട്ടണത്തിൽ നിന്ന് 110 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ഗ്രാമം, വനപ്രദേശമാണ്. ഈ വനങ്ങളോട് അതിരിടുന്ന ഈ ഗ്രാമത്തിൽ ഏകദേശം 10 കിലോമീറ്ററോളം ഈ വനപാതയിലൂടെ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്നത് വിശാലമായ കഞ്ചാവ് തോട്ടങ്ങളിലേക്കാണ്. അവിടെ നിന്നാണ് ഈ മാവോയിസ്റ്റുകൾക്കടക്കം ഫണ്ട് ലഭിക്കുന്ന ഇത്തരത്തിൽ കഞ്ചാവ് തുടങ്ങിയ നിയമവിരുദ്ധമായ ലഹരി വിൽപ്പനയിലൂടെയാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ പണം കണ്ടെത്തുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യുന്ന നടപടികളിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും അത് പൂർണ്ണമായ തോതിൽ നിലച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഇത്തരത്തിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും ഒഡീഷയിൽ നിന്നും എത്തിക്കുന്ന കഞ്ചാവ് തമിഴ്നാട്ടിലേക്ക് എത്തിച്ച് തമിഴ്നാട്ടിൽ നിന്നാണ് ശ്രീലങ്കയിലേക്ക് വലിയ രീതിയിൽ കഞ്ചാവ് അതുപോലുള്ള നിയമവിരുദ്ധമായ സബ്സ്റ്റൻസുകൾ കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുകയാണ്. ഇത് വളരെ അപൂർവമായൊരു കുറ്റകൃത്യമാണ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. കാരണം ഒരു കുടുംബത്തിലെ 3 പേർ, ഒരു ഭാര്യ, ഭർത്താവ്, ഭാര്യയുടെ മാതാവ്, അങ്ങനെ 3 പേർ അറസ്റ്റിലായത് കുട്ടികളെ കുട്ടികളെ മറയാക്കിക്കൊണ്ടാണ് ഇത്ര വലിയ രീതിയിലുള്ളൊരു കഞ്ചാവ് ഇവർ തമിഴ്നാട്ടിൽ നിന്ന് വിനോദസഞ്ചാരികൾ എന്ന വ്യാജേന കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇതിൽ നടപടിയെടുക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ്. എന്തായാലും പോലീസിന്റെ തലപ്പാവിൽ ഒരു മുൻതൂവൽ കൂടിയാണ് അടുത്തിടെ ഈ രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരളത്തിലേക്ക് എത്തുന്ന നിയമവിരുദ്ധമായ ലഹരി മരുന്നുകൾ പിടികൂടുന്നത്. അല്ലാതെ കേരളത്തിലെ സംവിധാനങ്ങൾക്ക് അതിനുള്ള ശേഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. കാരണം ഇത്തരത്തിൽ ആരെങ്കിലും ഒറ്റിക്കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടികൂടുന്ന ചുരുക്കം കേസുകളിൽ ഒഴിച്ചാൽ അല്ലാതെ കേരളത്തിൽ എത്ര ലഹരിമരുന്ന് ഇടപാടുകൾ നമ്മുടെ കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ ഇടപെട്ട് പിടിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ സംശയമാണ്. എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, യുവതലമുറ വഴിതെറ്റാതിരിക്കട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ശരി.